ഹലോ ഗൈസ്, ദീപാവലിയല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ കയ്യിൽ മൈലാഞ്ചി അടിച്ചാലോ എന്ന് കരുതി കേട്ടോ. ഞങ്ങൾ നേരെ വന്നത് അടുത്തുള്ളൊരു ഷോപ്പിലാണ്. എനിക്ക് പിന്നെ ഇത് പണ്ടേ അടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ നേരെ വന്നത് ഷോപ്പിലാണ് കേട്ടോ. ഞങ്ങൾ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ഒരു ബ്രൈഡലിന് മൈലാഞ്ചിയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓരോ ഡിസൈനുകളൊക്കെ ആ ചേട്ടൻ ഭയങ്കര സൂക്ഷിച്ചാണ് കേട്ടോ അടിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ ഒരു ബുക്ക് എടുത്ത് തന്നു കേട്ടോ. അതിൽ ഒരുപാട് ഡിസൈൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് ചോദിച്ചു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഡിസൈനൊക്കെ ഇട്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ. ആ ചേട്ടൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന മൈലാഞ്ചിയാണ് കേട്ടോ. ഇതിൽ കെമിക്കലൊന്നുമില്ല. ഇത് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ചേട്ടൻ വെക്കുന്നുണ്ട്. ഞാൻ മെഹന്തി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് നിൽക്കുകയും ആ ഡിസൈനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ 2 കൈയിലും അടിച്ചു കേട്ടോ. അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അടിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഫിംഗറിൽ ഡിസൈൻ വേണോ അതോ കവർ ചെയ്യണോന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കത് കവർ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഫിംഗറിൽ ഇങ്ങനെ കവർ ചെയ്ത് മെഹന്തി അടിക്കാൻ നടുക്കൊരു വട്ടയൊക്കെ ആയിട്ട്. അങ്ങനെ മൈലാഞ്ചി എല്ലാം അടിച്ച് നേരെ വീട്ടിൽ വന്നത് കഴിയുമ്പം നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.